വിശദമായ വാർത്തകൾ നോക്കാം. രാഹുൽ ഗാന്ധി എം പി വണ്ടൂർ താലൂക്ക് ആശുപത്രിയിലേക്ക് അയച്ച ഡയാലിസിസ് സെന്ററിലേക്ക് അയച്ച 35 ലക്ഷം വില വരുന്ന ഉപകരണങ്ങൾ അടങ്ങിയ കണ്ടെയ്നർ മെഡിക്കൽ ഓഫീസർ തിരിച്ചയച്ചതിൽ പ്രതിഷേധം ശക്തം. മെഡിക്കൽ ഓഫീസർക്കെതിരെ നടപടി ആവശ്യപ്പെട്ട് HMC അംഗങ്ങൾ രംഗത്ത് വന്നു. കഴിഞ്ഞ വ്യാഴാഴ്ചയാണ് എം പി രാഹുൽ ഗാന്ധി KMSCL വഴി താലൂക്ക് ആശുപത്രിയിലേക്ക് അയച്ച ഡയാലിസിസ് കേന്ദ്രത്തിലേക്ക് ആവശ്യമായ ഉപകരണങ്ങളടങ്ങിയ കണ്ടെയ്നർ മെഡിക്കൽ ഓഫീസർ കേന്ദ്രം ആരംഭിക്കാൻ വേണ്ട സൗകര്യങ്ങളായിട്ടില്ലെന്ന് പറഞ്ഞ് മടക്കിയത്. തുടർന്ന് ഇക്കാര്യമറിഞ്ഞ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് NA മുബാറക് KMSCL അധികൃതരുമായി ബന്ധപ്പെട്ട് കണ്ടെയ്നർ മടങ്ങിപ്പോകുന്നത് തൽക്കാലം തടയുകയായിരുന്നു. ഇതോടെ കണ്ടെയ്നർ വടകര ഭാഗത്ത് ഹൈവേയിൽ കിടക്കുകയാണ്. മെഡിക്കൽ ഓഫീസർക്കെതിരെ നടപടി വേണമെന്നാണ് HMCയിൽ പൊതുവെ ഉയർന്ന ആവശ്യം. കാര്യങ്ങൾ അന്വേഷിക്കാൻ 3-അംഗ കമ്മിറ്റിയെ ചുമതലപ്പെടുത്തിയതായും നടപടി ഉണ്ടാകുമെന്നും ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് NA മുബാറക് പറഞ്ഞു. കഴിഞ്ഞ ദിവസം വന്ന ഈ ICU ബെഡുകൾ തിരിച്ചയച്ച സംഭവത്തെക്കുറിച്ച് ആ സംഭവം വളരെ ഗൗരവമായി ബ്ലോക്ക് പഞ്ചായത്ത് ഭരണസമിതി കാണുകയാണ്. ഇന്ന് കൂടിയ HMC യോഗത്തിൽ വെച്ച് ആരാണ് അങ്ങനെ തിരിച്ചയച്ചത്, അതിന് ഉത്തരവാദികൾ ആര് എന്ന കാര്യത്തെക്കുറിച്ച് അന്വേഷിക്കുവാൻ 3 അംഗങ്ങളെ ഒരു അന്വേഷണ കമ്മീഷനായി ഇന്നത്തെ HMC യോഗം തീരുമാനമെടുത്തിട്ടുണ്ട്. ഇക്കാര്യത്തിൽ അന്വേഷണം നടത്തുമെന്നും വേണ്ട നടപടിയെടുക്കുമെന്നും MLA AP അനിൽകുമാർ വ്യക്തമാക്കി. കണ്ടെയ്നർ മടക്കിവിടില്ലെന്നും താലൂക്ക് ആശുപത്രിയിൽ ഡയാലിസിസ് കേന്ദ്രം സ്ഥാപിക്കുമെന്നുമാണ് ബ്ലോക്ക് പഞ്ചായത്തിന്റെ നിലപാട്. ന്യൂസ് 18 മലപ്പുറം. ഇടുക്കി കരുണാപുരം ഗ്രാമപഞ്ചായത്തിൽ LDF കൊണ്ടുവന്ന അവിശ്വാസം ചർച്ചയ്ക്കെടുത്തില്ല. ക്വാറം തികയാത്തതിനാലാണ് അവിശ്വാസം ചർച്ച നടക്കാതിരുന്നത്. NDA പിന്തുണയിലാണ് UDF കരുണാപുരം പഞ്ചായത്ത് ഭരിക്കുന്നത്. ചില UDF അംഗങ്ങളുടെ പിന്തുണയോടെ വൈസ് പ്രസിഡന്റിനെതിരെയുള്ള അവിശ്വാസം പാസ്സാക്കണമെന്നതായിരുന്നു LDFന്റെ കണക്കുകൂട്ടൽ. BDJS പ്രതിനിധിയായി മത്സരിച്ച NDA സ്വതന്ത്രൻ ആദ്യം ഇരുമുന്നണികളെയും പിന്തുണച്ചിരുന്നില്ല. ഇതോടെ നറുക്കെടുപ്പിലൂടെ ഭരണം LDFൽ എത്തുകയായിരുന്നു. പിന്നീട് NDA സ്വതന്ത്രന്റെ പിന്തുണയോടെ UDF ഭരണം പിടിച്ചെടുത്തു. തുടർന്ന് വൈസ് പ്രസിഡന്റ് പദവി NDA സ്വതന്ത്രന് നൽകുകയായിരുന്നു. കാസർഗോഡ് ബേനൂരിലെ അഞ്ജുശ്രീ പാർവതിയുടെ മരണം എലിവിഷമകത്ത് ചെന്നാണെന്ന് അന്തിമ റിപ്പോർട്ട്. രാസപരിശോധനയിലും പോസ്റ്റ്മോർട്ടത്തിലും എലിവിഷമാണ് മരണകാരണമെന്ന് വ്യക്തമായി. കഴിഞ്ഞ മാസം 7-നാണ് മംഗളൂരുവിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയ്ക്കിടെ അഞ്ജുശ്രീ പാർവതി മരണപ്പെട്ടത്. ഹോട്ടലിൽ നിന്നും വാങ്ങിയ ഭക്ഷണം കഴിച്ചതിന് പിന്നാലെ ശാരീരിക അസ്വാസ്ഥ്യം അനുഭവപ്പെട്ടതിനെ തുടർന്നാണ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചതെന്ന് ബന്ധുക്കൾ പോലീസിൽ പരാതി നൽകി. തുടർന്നാണ് അഞ്ജുശ്രീയുടെ ആന്തരിക അവയവങ്ങൾ രാസപരിശോധനയ്ക്കായി അയച്ചത്. മേൽപ്പറമ്പ പോലീസ് സ്റ്റേഷനിൽ റിപ്പോർട്ട് ചെയ്തിട്ട് അഞ്ജുശ്രീയുടെ അസ്വാഭാവിക മരണത്തിൽ ഫൈനൽ പോസ്റ്റ്മോർട്ടം സർട്ടിഫിക്കറ്റ് ഞങ്ങൾക്ക് ലഭിച്ചു. റാറ്റ് പോയിസൺ ആണോ മരണകാരണം എന്നാണ് റിപ്പോർട്ട്. ആദ്യം ഞങ്ങളുടെ കയ്യിലെ പ്രാഥമിക എല്ലാ തെളിവുകൾ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഇത് കൺക്ലൂസീവ് എവിഡൻസ് ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. നേരിട്ട് ഞങ്ങൾക്ക് ഒരു നോട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു. അത് ഇത് കൂടാതെ കുറച്ച് ഗൂഗിൾ സെർച്ച് ഹിസ്റ്ററിയിലെ റാറ്റ് പോയിസണിങ് പിന്നെ അതുപോലെ തന്നെ വേറെ പോയിസൺ ഇതിൻ്റെ സെർച്ച് ഹിസ്റ്ററി ഉണ്ടായിരുന്നു. അത് എല്ലാ പ്രാഥമിക തെളിവുകൾ ഞങ്ങൾക്ക് നേരിട്ട് തന്നെ ലഭിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഒരു കൺക്ലൂസീവ് എവിഡൻസ് കിട്ടിയിട്ടുണ്ടോ. ഇത് ഫുഡ് പോയിസണിങ് അല്ല, അത് ഇപ്പോൾ 100% പറയാൻ പറ്റും. പാലക്കാട് കൂനമുച്ചിയിൽ വാഹനാപകടം. നിയന്ത്രണം വിട്ട കാർ നിർത്തിയിട്ട ഓട്ടോറിക്ഷയിലേക്ക് ഇടിച്ചു കയറിയുണ്ടായ അപകടത്തിൽ പരിക്കേറ്റ് ചികിത്സയിൽ കഴിയുകയായിരുന്ന ഓട്ടോ ഡ്രൈവർ മരിച്ചു. ഓട്ടോ ഡ്രൈവർ കൂനമുച്ചി സ്വദേശി സിറാത്ത് മാനു ആണ് മരിച്ചത്. ഓട്ടോ സ്റ്റാൻഡിൽ ഓട്ടോ നിർത്തി വിശ്രമിക്കാനിരിക്കുന്ന സമയത്താണ് നിയന്ത്രണം വിട്ട കാർ ഓട്ടോയിലേക്ക് പാഞ്ഞു കയറിയത്. ഡ്രൈവർ സീറ്റിൽ ഇരുന്നിരുന്ന മാനു ഇടിയുടെ ആഘാതത്തിൽ റോഡിലേക്ക് തെറിച്ചു വീണു. ഗുരുതര പരിക്കേറ്റ ഓട്ടോ ഡ്രൈവറെ ആദ്യം എടപ്പാളിലെ സ്വകാര്യ ആശുപത്രിയിലും പിന്നീട് വിദഗ്ധ ചികിത്സയ്ക്കായി കോട്ടക്കൽ മിംസ് ആശുപത്രിയിലേക്കും പ്രവേശിപ്പിച്ചിരുന്നുവെങ്കിലും മരണം സംഭവിക്കുകയായിരുന്നു. നിരവധി തട്ടിപ്പ് കേസിലെ പ്രതിയെ ഇടുക്കി മുരിക്കാശ്ശേരി പോലീസ് അറസ്റ്റ് ചെയ്തു. ഇടുക്കി തോപ്രാംകുടി ദൈവമീട് ഇട്ടിക്കൽ അജിത് പീതാംബരൻ ആണ് പിടിയിലായത്. ക്യാമറ, ലാപ്ടോപ്പ്, വാഹനങ്ങൾ എന്നിവ വാടകയ്ക്കെടുത്ത് മറിച്ചു വിറ്റ് മുങ്ങുകയായിരുന്നു പതിവ്. തട്ടിപ്പ് നടത്തിയ ശേഷം പത്തനംതിട്ട, പന്തളം, എറണാകുളം, കട്ടപ്പന, തേനി എന്നിവിടങ്ങളിൽ കറങ്ങി നടക്കുകയായിരുന്നു ഇയാൾ. സൈബർ പോലീസിന്റെ സഹായത്തോടെ എറണാകുളത്ത് നിന്നുമാണ് ഇയാളെ മുരിക്കാശ്ശേരി പോലീസ് അറസ്റ്റ് ചെയ്തത്. കാടിറങ്ങുന്ന വന്യത. ഇടുക്കി പൂപ്പാറ തോണ്ടിമലയിൽ കാട്ടാനാക്രമണത്തിൽ വ്യാപക കൃഷിനാശം. 1.5 ഏക്കറോളം ഭൂമിയിലെ ഏലം കൃഷിയാണ് നശിപ്പിച്ചത്. 3 ദിവസമായി ചക്കക്കൊമ്പൻ മേഖലയിൽ തമ്പടിച്ചിരിക്കുന്നതായി നാട്ടുകാർ പറയുന്നു. ചേരിയാർ സ്വദേശിയായ ഇസ്രായേൽ പാട്ടത്തിനെടുത്ത ഭൂമിയിലെ കൃഷിയാണ് കാട്ടാന നശിപ്പിച്ചത്. ബാങ്ക് വായ്പയെടുത്താണ് കുടുംബം കൃഷി നടത്തിയിരുന്നത്. ഇസ്രായേലിന് ശാരീരിക ബുദ്ധിമുട്ടുള്ളതിനാൽ ഭാര്യ റജീനയുടെ മേൽനോട്ടത്തിലായിരുന്നു കൃഷി നടത്തിയിരുന്നത്. ഏലച്ചെടികൾ പൂർണ്ണമായും നശിച്ചതോടെ ലക്ഷക്കണക്കിന് രൂപയുടെ നഷ്ടമാണ് കർഷകനുണ്ടായത്.
കുടുംബത്തിലെ ഏക വരുമാന മാർഗവും ഇല്ലാതായി. இப்போ இதில் 3 நாளாக வந்து ஆனை எல்லாம் செடியெல்லாம் அம்புட்டும் நொறுக்கி எல்லாம் அம்புட்டும் கையால் எல்லாம் பொழிச்சு எல்லாம் செஞ்சுக்கிட்டு இருக்கு. எங்களுக்கு வேறு ஒரு நிமிர்த்தியும் இல்லை. இனி வாங்கல பரிசை கட்டணமோ எடுக்கணும்னாலும் ஒரு நிமிர்த்தி இல்லை. நாங்கள் எங்கள் உயிர் போகிறத தவிர எங்களுக்கு வேறு ஒன்றுமே செய்ய முடியாது. எங்களுக்கு ஒரு வழியும் தெரியலை. நாங்கள் ஆத்மஹத்தியை செய்கிறது தவிர வேறு எந்த ஒரு வழியுமே தெரியாது. இது இந்த சர்க்கார் பார்த்து எங்களுக்கு ஒரு நியாயம் கிடச்சி எங்களுக்கு எதனாலும் ஒரு ഉദവി ചെയ്യുന്നതിക്ക് ഉള്ള ഇത് ഏർപ്പാട് அவங்க ചെയ്യണം. കൃഷി നശിച്ചതോടെ പാട്ടത്തുകയും ബാങ്ക് വായ്പയും എങ്ങനെ കണ്ടെത്തുമെന്ന ആശങ്കയിലാണ് കുടുംബം. ഏതാനും ദിവസങ്ങളായി ചക്കക്കൊമ്പൻ മേഖലയിൽ തമ്പടിച്ചിരിക്കുകയാണ്. മറ്റു കൃഷിയിടങ്ങളിലും നാശം വിതച്ചിട്ടുണ്ട്. അപകടകാരിയായ അരിക്കൊമ്പനെ മയക്കുവെടി വെച്ച് പിടിക്കുന്നതിനും ചക്കക്കൊമ്പൻ, മൊട്ടവാലൻ തുടങ്ങിയ ആനകളെ റേഡിയോ കോളർ ഘടിപ്പിച്ച് നിരീക്ഷിക്കുന്നതിനുമായി ഹൈറേഞ്ച് സർക്കിൾ CCF ചീഫ് വൈൽഡ് ലഭിച്ചിട്ടില്ല. ന്യൂസ് 18 ഇടുക്കി. കോഴിക്കോട് കോടഞ്ചേരി കൂരോട്ടുപാറയിൽ പതിവായി കൃഷിയിടത്തിൽ നിന്ന കാട്ടാനകൾ വ്യാപക നാശം വിതയ്ക്കുന്നു. വൈകിട്ടോടെ കാറിടങ്ങുന്ന കാട്ടാനകൾ രാവിലെ വരെ കൃഷിയിടത്തിൽ തുടരും. വീടുകൾക്ക് സമീപത്ത് പോലും കാട്ടാനകൾ എത്തുന്നതിനാൽ മലയോരത്ത് താമസിക്കുന്നവർ ഭീതിയിലാണ്. കോടഞ്ചേരി പഞ്ചായത്തിലെ 7ാം വാർഡിലെ കൂരോട്ടുപാറ പ്രദേശം വർഷങ്ങളായി കാട്ടാനയുടെ താവളമാണ്. വനപ്രദേശത്തോട് ചേർന്ന ഭാഗങ്ങളിലായിരുന്നു ആദ്യകാലത്ത് കാട്ടാനകൾ എത്തിയിരുന്നത്. കാട്ടാനയെ പേടിച്ച് പലരും വീടും സ്വത്തും ഉപേക്ഷിച്ച് താഴ്ഭാഗങ്ങളിലേക്ക് താമസം മാറ്റിയിരുന്നു. എന്നാൽ ഇപ്പോൾ ഇവിടെയും ജീവിക്കാൻ കഴിയാത്ത അവസ്ഥയാണെന്ന് നാട്ടുകാർ പറയുന്നു. വെളുപ്പിന് ഒരു 3:30 ആയപ്പോഴത്തേക്കിനെ ഇവിടെ ഇങ്ങനെ ഈ തെങ്ങ് പടുത്തിടുന്നൊരു ശബ്ദം കേട്ടു. പടുത്തിടുന്നാൽ ആദ്യം വലിക്കുന്നതാണ് ശബ്ദം കേട്ടത്. അപ്പം ഞാൻ എഴുന്നേറ്റ് ഇവിടെ വാതിൽക്കം നിന്ന് നോക്കി. അത് കഴിഞ്ഞപ്പോഴത്തേനും ഇത് വലിച്ച് ഈ ജാതി ഇങ്ങനെ തങ്ങി നിൽക്കുകയായിരുന്നു. ആ ജാതി ഒന്ന് തട്ടി താഴോട്ട് വീഴുന്നതുകൊണ്ട് അപ്പം ഞങ്ങൾ രണ്ടുപേർ തന്നെ ഉണ്ടായിരുന്നുള്ളൂ ഈ വീട്ടിൽ. ഞങ്ങൾ രണ്ടുപേരും കൂടി താഴെ ചെന്നു. താഴെ ഉണ്ടായിരുന്ന അയൽവാസിയോട് ഈ വിവരങ്ങൾ പറഞ്ഞു. അയൽവാസിയും കൂടെ ഓടി വന്നു. ഞങ്ങളെല്ലാവരും കൂടെ ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴത്തേന് ആന മേളിലോട്ട് അങ്ങോട്ട് കയറി അങ്ങ് പോയി. കാട്ടാനകളെത്തി കൃഷി നശിപ്പിക്കുന്നത് പതിവാണ്. വനപാലകർ സ്ഥലത്തെത്തി പടക്കം പൊട്ടിച്ചാണ് ആനയെ തുരത്തിയത്. വനം വകുപ്പിൽ നിന്ന് നഷ്ടപരിഹാരം ലഭിക്കാൻ കടമ്പകൾ ഏറെയാണെന്ന് കർഷകർ പറയുന്നു. തെങ്ങ്, വാഴ, കമുക്, ജാതി, കൊക്കോ തുടങ്ങിയ കാർഷിക ഉൽപ്പന്നങ്ങൾ വ്യാപകമായി നശിപ്പിക്കുകയാണ്. ഒരു തെങ്ങ് കർഷകൻ്റെ ഒരു 30 വർഷമായ ഒരു തെങ്ങ് ആന തകർത്തിട്ടുണ്ടെങ്കിൽ അവരൊരു 3000 തരും. ഈ 3000 തരുമ്പോൾ 1000 കൂടുതൽ രൂപ നമുക്ക് മുടക്കാം. എങ്ങനെ റേഞ്ച് ഓഫീസിൽ പോകണം, കൈവശ സർട്ടിഫിക്കറ്റ് വാങ്ങണം, കരംകെട്ടി രസീതി പേപ്പറിലുണ്ടാക്കി പോകാൻ എന്നെങ്കിലും കിട്ടും. എന്നെങ്കിലും അത് കിട്ടുള്ളൂ. പക്ഷെ അത് നമുക്ക് ആവശ്യമില്ല. നമ്മുടെ മുതൽ നശിപ്പിക്കാണ്ടിരുന്നാൽ മതി. പോയാലും മനുഷ്യന് ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയാണ് ഇവിടെ. കൃഷിക്ക് വേണ്ടി ബാങ്ക് വായ്പ എടുത്തവർ ജപ്തി ഭീഷണിയിലാണ്. കൃഷി ചെയ്യാനോ ഭൂമി വിൽപ്പന നടത്താനോ കഴിയുന്നില്ല. വീടുപേക്ഷിച്ച് സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറിയവർ വീട് നിർമ്മിക്കാൻ പോലും കഴിയാതെ പ്രയാസപ്പെടുകയാണ്. ഇത് വന്നുള്ള തെങ്ങുള്ള ആദായം മുഴുവൻ നശിപ്പിച്ച് കളയല്ലേ. ഒരു പെര പോലും വെച്ചിട്ടില്ല. മലയുടെ സ്ഥലം 2 ഏക്കർ സ്ഥലം അവിടെ കിടപ്പുണ്ട്. ഇതാണ് നമ്മുടെ അവസ്ഥ. ഒരു ഇപ്പം ബാങ്കിൽ നിന്നൊക്കെ ജപ്തി നോട്ടീസ് വന്നുകൊണ്ടിരിക്കുക. ഈ ഇടയിൽ മറ്റേ അവിടുന്ന് സമൻസ് വരെ വന്നു കോടതിയിൽ നിന്ന്. വനാതിർത്തിയിൽ സോളാർ ഫെൻസിംഗ് സ്ഥാപിക്കുന്നതിനും സംരക്ഷിക്കുന്നതിനും വനംവകുപ്പ് തയ്യാറാകണമെന്നാണ് കർഷകരുടെ ആവശ്യം. ന്യൂസ് 18 കോടഞ്ചേരി. ഇടുക്കി നെടുങ്കണ്ടം പൊന്നാമലയിൽ പുലി ഇറങ്ങിയതായി അഭ്യൂഹം. രാവിലെ പുല്ല് മുറിക്കാൻ പോയ സ്ത്രീയാണ് 2 പുലികളെ കണ്ടതായി അറിയിച്ചത്. കല്ലാർ ചിന്നാർ ഫോറസ്റ്റ് സെക്ഷൻ ഓഫീസിൽ നിന്നും വനവകുപ്പ് ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ മേഖലയിൽ പരിശോധനകൾ നടത്തുകയാണ്. കാർഷിക മേഖലയായ പൊന്നാമലയിൽ രാവിലെ പുല്ലുവെട്ടാൻ പോയ വീട്ടമ്മമാരാണ് പുലിയെ കണ്ടത്. പുലിയെ കണ്ട വീട്ടമ്മ ഭയന്നോടിയെന്നും പ്രദേശവാസികൾ പറയുന്നു. എന്റെ വീടിന്റെ അടുത്താണ് പുലി. രാവിലെ പുലിയെത്താൻ പോയ ചേച്ചിയാണ്. 2 പുലി ഉണ്ടായിരുന്നു. 2 പുലി ഉണ്ടായിരുന്നു. ഒരു പുല്ലുമൊക്കെ ഇട്ടേക്ക് ഓടി. നാട്ടുകാർ വിവരം അറിയിച്ചതിനെ തുടർന്ന് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ മേഖലയിലെത്തി പരിശോധന നടത്തി. പുല്ല് നിറഞ്ഞ പ്രദേശമായതിനാൽ കാൽപ്പാടുകൾ കണ്ടെത്താനായിട്ടില്ല. 2 ദിവസം മേഖലയിൽ പരിശോധന തുടരും. ന്യൂസ് 18 നെടുങ്കണ്ടം. ഇടുക്കി ചെമ്പകപ്പാറയിൽ വൈദ്യുതി ലൈനിൽ നിന്ന് തീ പടർന്ന് 10 ഏക്കറിലധികം കൃഷിഭൂമി കത്തിനശിച്ചു. നാട്ടുകാർ തീ നിയന്ത്രണ വിധേയമാക്കിയെങ്കിലും നിരവധി പേരുടെ കൃഷി നശിച്ചു. വൈദ്യുതി ലൈൻ കൂട്ടിയിടിച്ചാണ് അഗ്നിബാധ ഉണ്ടായത്. ചെമ്പകപ്പാറ മേഖലയിൽ തീ പടരുന്നത് പതിവായതിനാൽ ഓരോ വേനൽക്കാലവും നാട്ടുകാർ ഭീതിയോടെയാണ് കഴിഞ്ഞുകൂടുന്നത്. റവന്യൂ, കൃഷി വകുപ്പുകൾ നഷ്ടക്കണക്ക് തയ്യാറാക്കുന്നുണ്ടെങ്കിലും പലപ്പോഴും ഇതെല്ലാം കിട്ടാൻ വൈകുമെന്നും നാട്ടുകാർ പറയുന്നു. കോതമംഗലത്ത് റോഡിൽ കിടന്ന് കിട്ടിയ പണമടങ്ങിയ പേഴ്സ് തിരികെ നൽകി ചെത്തു തൊഴിലാളി. 70,000 രൂപയടങ്ങിയ പേഴ്സാണ് ഊന്നുകൽ പോലീസ് സ്റ്റേഷനിൽ വെച്ച് ഉടമയ്ക്ക് കൈമാറിയത്. നെല്ലിമറ്റം പന്തനാൽ പുത്തൻപുര സലി തങ്കപ്പനാണ് ഉടമയായ തലക്കോട് സ്വദേശിനി
നീതു ദിലീഷിന് പേഴ്സ് കൈമാറിയത്. നെല്ലിമറ്റം മില്ലുംപടിക്ക് സമീപത്തെ കടയിൽ നിന്ന് വരുമ്പോഴായിരുന്നു റോഡരികിൽ പേഴ്സ് കണ്ടത്. ഉടനെ സലീം ഊന്നുങ്കൽ പോലീസ് സ്റ്റേഷനിൽ പേഴ്സ് ഏൽപ്പിക്കുകയായിരുന്നു. ഹൈറേഞ്ചിൽ കറുത്ത പൊന്നിന് തിളക്കം മങ്ങുന്നു. രോഗബാധ മൂലം കുരുമുളകിന്റെ ഉൽപാദനം കുറഞ്ഞതിനൊപ്പം വിലയിടിവും കർഷകർക്ക് തിരിച്ചടിയാവുകയാണ്. ഹൈറേഞ്ചിലെ കറുത്ത പൊന്നിന് ഇപ്പോൾ മുൻപത്തെ പോലെ അത്ര പ്രൗഢിയൊന്നുമില്ല. കീടബാധയും കൃഷിനാശവും കർഷകരെ വലയ്ക്കുന്നതിനിടെയാണ് വിലയിടിവും തിരിച്ചടിയാകുന്നത്. വിളവെടുപ്പിന് മാസങ്ങൾക്ക് മുൻപ് കുരുമുളകിന് വലിയ തോതിൽ വില വർദ്ധിക്കും. വിളവെടുപ്പ് സീസണിൽ കുരുമുളകിനുണ്ടാകുന്ന വിലയിടിവിൽ ആശങ്കയിലാണ് കർഷകർ. കുരുമുളകിൻ്റെ വിളവെടുപ്പ് സീസണാണിപ്പം. കുരുമുളകിന് വിളവെടുപ്പ് സീസൺ ആയതിൻ്റെ പേരിൽ ഇപ്പോൾ ഒരു തൊഴിലാളിനെ ഒരു പണിക്കാരന് നമ്മൾ വെച്ച് ഈ കുരുമുളക് പറിപ്പിക്കുകയാണെങ്കിൽ ആ തൊഴിലാളിക്ക് 700 രൂപയും ചിലവും കൊടുക്കേണ്ട ഒരു അവസ്ഥയാണ്. പക്ഷേ ഈ കുരുമുളകിനിപ്പം വില ഇടിഞ്ഞു നിൽക്കുന്ന സാഹചര്യത്തിൽ ഒരു കാരണവശാലും ഒരു പണിക്കാരനെ വെച്ച് ഒരു തൊഴിലാളിനെ വെച്ച് ഈ കുരുമുളക് പറിച്ച് നമുക്ക് ഒരു കാരണവശാലും ലാഭം അല്ലെങ്കിൽ നമുക്കൊന്നും കിട്ടാനുള്ളൊരു സംവിധാനം ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ്. വിയറ്റ്നാം, ശ്രീലങ്ക എന്നീ രാജ്യങ്ങളിൽ നിന്നുള്ള കുരുമുളക് ഇറക്കുമതിയും ഇവിടുത്തെ കർഷകർക്ക് തിരിച്ചടിയാണ്. വിളവെടുപ്പ് കാലത്ത് തൊഴിലാളികൾക്ക് 700 മുതൽ 800 രൂപ വരെ കൂലി നൽകണം. കൂലി എത്ര നൽകിയാലും തൊഴിലാളികളെ കിട്ടാനില്ലാത്തത് മറ്റൊരു പ്രതിസന്ധി. കുരുമുളകിന് തറവില നിശ്ചയിക്കണമെന്നും സർക്കാരിന്റെ ശക്തമായ ഇടപെടൽ ഉണ്ടാകണമെന്നുമാണ് കർഷകരുടെ ആവശ്യം. ന്യൂസ് 18 ഇടുക്കി. ഇടുക്കി വണ്ടിപ്പെരിയാർ ഗ്രാമപഞ്ചായത്ത് 17 ലക്ഷം രൂപ മുടക്കി നിർമ്മിച്ച ഗ്രാമപഞ്ചായത്ത് പദ്ധതി എങ്ങും എത്തിയില്ല. പദ്ധതിക്കായി നിർമ്മിച്ച കെട്ടിടം ഇപ്പോഴും അടഞ്ഞുകിടക്കുകയാണ്. കർഷകർക്ക് മികച്ച വിൽപ്പന സൗകര്യം ഒരുക്കുക ലക്ഷ്യമിട്ട് വണ്ടിപ്പെരിയാർ പഞ്ചായത്ത് ആവിഷ്കരിച്ചതാണ് ഗ്രാമചന്ത പദ്ധതി. പച്ചക്കറിയും പഴവർഗ്ഗങ്ങളും ഇടനിലക്കാരില്ലാതെ നേരിട്ട് വിപണിയിലെത്തിക്കുകയായിരുന്നു ലക്ഷ്യം. വണ്ടിപ്പെരിയാർ ഗ്രാമപഞ്ചായത്ത് 2020-21 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി 17 ലക്ഷത്തോളം രൂപ ചെലവഴിച്ച് കെട്ടിടം നിർമ്മിച്ച് വിപുലമായ രീതിയിൽ ഉദ്ഘാടനം നടത്തുകയും ചെയ്തു. എന്നാൽ പിന്നീട് ഈ കെട്ടിടം തുറന്നു പ്രവർത്തിച്ചിട്ടില്ല. വളരെ വിപുലമായ രീതിയിലുള്ള ഒരുക്കങ്ങളും എല്ലാം തന്നെ നടത്തി അതിൻ്റെ ഉദ്ഘാടന സമ്മേളനങ്ങളും മറ്റുമൊക്കെ നടത്തിയിട്ട് 2 വർഷങ്ങളായി. നാളിതുവരെ കർഷകർക്ക് പ്രയോജനപ്പെടുന്ന ഒരു സംവിധാനം ഒരുക്കുന്നതിൽ സർക്കാർ പരാജയപ്പെടുകയാണ്. ജനോപകാരപ്രദമായ ചന്തയുടെ പ്രവർത്തനം പുനരാരംഭിക്കാൻ ജനപ്രതിനിധികളും ഇടപെടാത്തതിൽ നാട്ടുകാർക്ക് കടുത്ത പ്രതിഷേധമുണ്ട്. ശക്തമായ പ്രതിഷേധ പരിപാടികൾ സംഘടിപ്പിക്കുവാനാണ് നാട്ടുകാരുടെ തീരുമാനം. ന്യൂസ് 18 വണ്ടിപ്പെരിയാർ. ഇടവേള. മറ്റു വാർത്തകൾ നോക്കാം. കോവിഡ് ഇടവേളയ്ക്ക് ശേഷം ഉത്തര കേരളത്തിൽ തെയ്യക്കാവുകൾ ഉണരുന്നു. കണ്ണൂർ, ശ്രീകണ്ഠപുരം, കോട്ടൂർ പുതിയ ഭഗവതി ക്ഷേത്രത്തിലെ കളിയാട്ട കാഴ്ചകൾ കാണാം. രാത്രിയാകുന്നതോടെ സജീവമാകുന്ന തെയ്യക്കാവുകൾക്ക് പ്രത്യേക മനോഹാരിതയാണ്. അന്യദേശങ്ങളിൽ ജോലി ചെയ്യുന്നവർ പോലും കളിയാട്ടക്കാലമായാൽ നാട്ടിലെത്തും. പുലർച്ചെ 4 മണിയോടെ പുതിയ ഭഗവതി അരങ്ങിലെത്തും. അതിനു മുന്നോടിയായി ക്ഷേത്രത്തിൽ അഗ്നിശുദ്ധി. സന്ധ്യയോടെ അഗ്നി കൊളുത്തിയ മേലേരി മണിക്കൂറുകൾ കഴിയുമ്പോഴേക്കും കനലുകളായി മാറും. ഭഗവതിയുടെ തിരുമുടി ഉയരുമ്പോൾ തീക്കനലുകൾക്ക് പ്രത്യേക ശോഭയാണ്. മറ്റു ഭഗവതി കാവുകളിൽ നിന്നും വ്യത്യസ്തമായി വള്ളുവ സമുദായത്തിൽപ്പെട്ടവർക്കാണ് മലേരിയുടെ വിറക് മുറിക്കാനുള്ള ചുമതല. മറ്റുള്ള ക്ഷേത്രങ്ങളെല്ലാം മേലേരി മൂട്ടുന്നത് തീയന്മാർ മാത്രമാണ്. പക്ഷേ ഈ കോട്ടൂർ കാവിൽ വെച്ചാൽ മേലേരി മൂട്ടാൻ വേണ്ടി വള്ളുവ മറ നമ്മൾ അച്ചാച്ചന്മാർ മേലേരി വിറക് മുറിക്കാൻ വേണ്ടി നമ്മൾ അച്ചാച്ചന്മാർ ഇവിടെ നമ്മൾ ആളില്ലാതുകൊണ്ട് അവരെ കൊണ്ട് വിളിപ്പിച്ചിട്ട് അങ്ങനെ അവരിപ്പം അവർക്കിവിടെ പങ്കുണ്ട്. കെട്ടുകാഴ്ചയ്ക്കുള്ള അണിയലങ്ങൾ ഒരുക്കുന്ന തിരക്കിലാണ് കലാകാരന്മാർ. തോറ്റംപാട്ടുമായി തെയ്യം കെട്ടുന്നയാൾ തിരുമുറ്റത്തെത്തി. നാനാർ വിളക്കിനും തിരുവായുധത്തിനും അരിയിട്ട് വന്ദിച്ച് ദേവിയുടെ സ്തുതിഗീതങ്ങൾ. വർഷം മുമ്പ് കോളിയാടൻ തറവാട്ടുകാരുടേതായിരുന്നു ക്ഷേത്രം. എന്നാൽ ഇന്ന് ജനകീയ കമ്മിറ്റിയാണ് ക്ഷേത്രത്തിലെ ദൈനംദിന കാര്യങ്ങൾ നടത്തുന്നത്. ഈ
കോളിയാടം തറവാട്ട് വകയുള്ള ഒരു കാവായിരുന്നു. ഇത് കോളിയാടം കുഞ്ഞപ്പൻപേരായിരുന്നു. എൻ്റെ അച്ഛനായിരുന്നു ഇത് നടത്തി പോകുന്നത്. അപ്പോൾ സാമ്പത്തിക പ്രശ്നം ഉള്ളതുകൊണ്ടും അത് കമ്മിറ്റിക്ക് വിട്ടുകൊടുത്തു. ഇപ്പോൾ കമ്മിറ്റി വളരെ ഭംഗിയായി ഈ കോട്ട് ഭൗതികാവിലെ മറ്റെല്ലാ ചടങ്ങുകളും ഭംഗിയായി കൊണ്ടുപോകുന്നുണ്ട്. കോവിഡ് ഇടവേളയ്ക്ക് ശേഷം തെയ്യക്കാവുകൾ ഉണരുമ്പോൾ നിരവധി പേരാണ് തെയ്യക്കാഴ്ചകൾ ആസ്വദിക്കാനെത്തുന്നത്. ന്യൂസ് 18 ശ്രീകണ്ഠപുരം. കാലമെത്ര മാറിയാലും പ്രണയിതാക്കളുടെ ഇഷ്ടപുഷ്പമാണ് റോസാപ്പൂവ്. കഥയിലും കവിതയിലും മാത്രമല്ല, പ്രണയം നിറയുന്ന ജീവിതത്തിലും റോസാപ്പൂവിനെ വെല്ലാൻ മറ്റൊരു പ്രണയപുഷ്പമില്ല. റോസാപ്പൂക്കൾ കൊണ്ട് പറഞ്ഞ പ്രണയത്തേക്കാൾ ആ പൂവിനുള്ളിൽ ഒളിപ്പിച്ചു വെച്ച പ്രണയങ്ങളാകാം മുൾച്ചെടിയിലെ സുന്ദര പുഷ്പത്തെ പ്രണയപുഷ്പമായി മാറ്റിയിട്ടുണ്ടാകുക. ഐതിഹ്യങ്ങളിൽ, ചരിത്രങ്ങളിൽ, പ്രണയ പോരാട്ടങ്ങളിൽ, കഥയിൽ, കവിതയിൽ ഇത്രത്തോളം നിറഞ്ഞു നിന്ന പ്രണയപുഷ്പമില്ല. കാലം എത്ര മാറിയാലും റോസാപ്പൂവ് തന്നെയാണ് പ്രണയത്തിന്റെ ദൂത് കൈമാറാനായി മുട്ടിട്ട് വിരിഞ്ഞു നിൽക്കുന്നത്. ക്യാമറാമാൻ പ്രജിത് കൊങ്ങാടിനോടൊപ്പം പ്രസാദ് ഉടുമ്പിശ്ശേരി, ന്യൂസ് 18 പാലക്കാട്. എന്തായാലും എല്ലാ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി പ്രണയദിനാശംസകൾ നേരുന്നു. മറ്റു വാർത്തകൾ നോക്കാം. കൊച്ചി രാജ്യാന്തര വിമാനത്താവളത്തിൽ 1,44 ലക്ഷം രൂപയുടെ സ്വർണം കസ്റ്റംസ് പിടികൂടി. ഗ്രീൻ ചാനലിലൂടെ കടത്താൻ ശ്രമിച്ച 44 ലക്ഷം രൂപയുടെ സ്വർണവും ക്യാപ്സ്യൂൾ രൂപത്തിലാക്കി ശരീരത്തിൽ ഒളിപ്പിച്ചു കൊണ്ടുവന്ന സ്വർണവുമാണ് പിടികൂടിയത്. ജിദ്ദയിൽ നിന്നും വന്ന മലപ്പുറം സ്വദേശി മുഹമ്മദ് യാസിർ, ദുബൈയിൽ നിന്നും എത്തിയ മലപ്പുറം സ്വദേശി ഫസൽ എന്നിവരാണ് സ്വർണം കൊണ്ടുവന്നത്. മുഹമ്മദ് യാസിറിന്റെ കൈവശം 1059 ഗ്രാം സ്വർണവും ഫസലിന്റെ കൈവശം 1156 ഗ്രാം സ്വർണവുമാണ് ഉണ്ടായിരുന്നത്. 916 ഗ്രാം തൂക്കം വരുന്ന മിശ്രിത രൂപത്തിലുള്ള സ്വർണമാണ് ഗ്രീൻ ചാനലിലൂടെ കടത്താൻ ശ്രമിച്ചത്. സ്വർണ്ണക്കടത്ത് പിടികൂടുന്നതിൽ സംസ്ഥാനത്ത് മാതൃകയാകുകയാണ് മലപ്പുറം പോലീസിന്റെ കരിപ്പൂർ വിമാനത്താവളത്തിലെ നിരീക്ഷണ സംവിധാനം. ഇതിനകം 100 കേസുകൾ പിടികൂടിയ പോലീസ് പിടിച്ചെടുത്തത് 81.812 കിലോ സ്വർണ്ണമാണ്. ഇതിന്റെ മൂല്യം 42 കോടി രൂപയിലധികം വരും. കഴിഞ്ഞ വർഷം ജനുവരി അവസാനം മുതലാണ് കരിപ്പൂരിൽ പോലീസ് സ്വർണ്ണക്കടത്ത് പിടികൂടാൻ പ്രത്യേക സംവിധാനം തുടങ്ങിയത്. പോലീസ് പിടികൂടിയ സ്വർണത്തിന്റെ കണക്കു തന്നെ പറയും ഈ സംവിധാനം എത്രമാത്രം ഫലപ്രദമാണെന്ന്. പോലീസ് പിടിച്ചെടുത്ത 81.812 കിലോ സ്വർണത്തിന്റെ മൂല്യം 42,72,06,689 രൂപ വരും. കരിപ്പൂർ വിമാനത്താവളത്തിലെ കസ്റ്റംസ് പരിശോധനകൾ വിജയകരമായി പൂർത്തിയാക്കി പുറത്തിറങ്ങുന്നവരിൽ നിന്നാണ് പോലീസ് സ്വർണം പിടികൂടുന്നത്. ശരീരത്തിനുള്ളിൽ ഒളിപ്പിച്ചു കടത്തുന്ന സ്വർണം എക്സ്റേ പരിശോധനകൾ വരെ നടത്തിയാണ് പോലീസ് കൈയോടെ പിടികൂടുന്നത്. സ്വർണം കണ്ടെത്തുന്നവർ മാത്രമല്ല, കള്ളക്കടത്ത് സ്വർണം കൊണ്ടുപോകാനെത്തുന്ന ആളുകളും പോലീസിന്റെ പിടിയിലാകുന്നുണ്ട്. കള്ളക്കടത്ത് സ്വർണം തട്ടിയെടുക്കാൻ വന്ന 4 സംഘത്തെയാണ് പോലീസ് പിടികൂടിയത്. അർജുനായങ്കി അടക്കമുള്ള കുപ്രസിദ്ധ കള്ളക്കടത്തുകാരെയും ഇക്കാലയളവിൽ പോലീസിന് പിടികൂടാൻ കഴിഞ്ഞു. കള്ളക്കടത്തുകാർ മാത്രമല്ല, 3 കസ്റ്റംസ് ഉദ്യോഗസ്ഥരെയാണ് പോലീസ് സ്വർണ്ണക്കടത്ത് കേസുകളിൽ ഇതുവരെ പിടികൂടിയത്. ഈ മാതൃക മറ്റ് വിമാനത്താവളങ്ങളിൽ കൂടി നടപ്പിലാക്കാൻ ആലോചിക്കുന്നുവെന്ന് DGP അനിൽകാന്ത് വ്യക്തമാക്കിയിരുന്നു. ന്യൂസ് 18 മലപ്പുറം. സമ്പൂർണ്ണ സെപ്റ്റിക് ടാങ്ക് പഞ്ചായത്ത് എന്ന ആശയവുമായി കാസർഗോഡ് വലിയപറമ്പ് ഗ്രാമപഞ്ചായത്ത്. പഞ്ചായത്തിലെ കുടിവെള്ള സ്രോതസ്സുകളിൽ ഹാനികരമായ ബാക്ടീരിയയുടെ സാന്നിധ്യം കണ്ടെത്തിയതിനെ തുടർന്നാണ് പഞ്ചായത്തിന്റെ ഇടപെടൽ. കുടിവെള്ളം മലിനമായിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ പഞ്ചായത്തിലെ മുഴുവൻ വീടുകളിലും സെപ്റ്റിക് ടാങ്ക് സ്ഥാപിക്കുന്നതിനാണ് പഞ്ചായത്ത് പദ്ധതി തയ്യാറാക്കുന്നത്. ഇതിന്റെ ഭാഗമായി പ്രത്യേക ക്യാമ്പയിന് തുടക്കമായി. സംസ്ഥാന ശുചിത്വ മിഷൻ, ജില്ലാ പഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്ത്, മറ്റ് ഏജൻസികൾ എന്നിവയുടെ സഹകരണത്തോടെയാണ് പദ്ധതി നടപ്പാക്കുക. ഈ ക്യാൻസറും കുടിവെള്ളവും തമ്മിൽ ബന്ധമുണ്ട് എന്ന് തന്നെയാണ് ആരോഗ്യ പ്രവർത്തകർ ഉൾപ്പെടെ പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഈ പഞ്ചായത്തിനകത്തെ മുഴുവൻ വീടുകളിലും സെപ്റ്റിക് ടാങ്ക് നിർമ്മിക്കുക എന്ന ഒരു വലിയ കടമ്പയിലേക്കാണ് നമ്മൾ പോകുന്നത്. ഹരിതകർമ്മ സേനാംഗങ്ങളുടെ നേതൃത്വത്തിൽ ആശാ വർക്കർമാർ, CDS അംഗങ്ങൾ എന്നിവരടങ്ങിയ സംഘം സർവേ പൂർത്തിയാക്കി പഞ്ചായത്തിന് കൈമാറി. 2244 ഒറ്റക്കുഴി ടാങ്കും 508 ഇരട്ടക്കുഴിയുമാണുള്ളത്. 2752 സെപ്റ്റിക് ടാങ്കുകൾ നിർമ്മിക്കുക എന്ന കടമ്പയാണ് ഗ്രാമപഞ്ചായത്തിന് മുന്നിലുള്ളത്.
BPL വരെയുള്ളവർക്ക് സൗജന്യമായും ശേഷിക്കുന്നവർക്ക് 50% ഗുണഭോക്തൃ വീതം വാങ്ങിയും ടാങ്കുകൾ നിർമ്മിച്ചു നൽകാനാണ് ആലോചിക്കുന്നത്. ശുചിത്വ മിഷന്റേതുൾപ്പെടെ ലഭിക്കാവുന്ന ഫണ്ടുകൾ പ്രയോജനപ്പെടുത്തി 2023-24 പദ്ധതിയിൽ സെപ്റ്റിക് ടാങ്ക് ക്യാമ്പയിൻ പൂർത്തിയാക്കുകയാണ് ലക്ഷ്യം. നിത്യമുക്തി ക്യാമ്പയിന്റെ ഭാഗമായി 1700ഓളം സോക്ക് പിറ്റ് നിർമ്മിച്ച് ദ്രവമാലിന്യ നിർമ്മാർജ്ജന രംഗത്ത് മാതൃകയാകാൻ പഞ്ചായത്തിന് സാധിച്ചിരുന്നു. ന്യൂസ് 18 കാസർഗോഡ്. നാട്ടുവർത്തമാനം പൂർണ്ണമാകുന്നു. നമസ്കാരം.